ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു മണി പ്ലാന്റ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതെന്റെ പക്ക ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ മണി പ്ലാന്റ് ആണ്. ഞാൻ ഇത് ഇത്രയും വലുതായപ്പം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഓർക്കുമായിരിക്കും. ഞാൻ ഇതിന്റെ നടിയിലില്ല ഏത് ടൈം ഞാൻ കുറേ എനിക്ക് ഇഷ്ടം പോലെ മണി പ്ലാന്റ് ഉണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ എണ്ണം നട്ടത് ഉണങ്ങി പോകാറുണ്ട്, ചീഞ്ഞു പോകാറുണ്ട്, ചിലതൊക്കെ ഒരു ആരോഗ്യമില്ലാതെ നിൽക്കാറുണ്ട്. അപ്പം പല പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഡിസംബർ ടൈമിൽ നമ്മൾ മണി പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഇത് വളർന്ന് വേഗം വലുതാവുന്നുണ്ട്, വളർച്ച വേഗം റെഡി ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ഒരു തണുപ്പും അതേപോലെ തന്നെ വലിയ ചൂടില്ലാത്തൊരു ക്ലൈമറ്റ് ഇതിന് വളരാൻ നല്ല സൂപ്പറാണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഇത് വെച്ച് പല മേന്മ ഈ ചെടി കൊണ്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു മേന്മ, നമുക്കിത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്, നല്ലൊരു പച്ചപ്പ് തരുന്നുണ്ട്. എൻ്റെ ഇത് പക്ക ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന് കൂടുതലൊന്നുമില്ല, 6 മാസത്തിൽ ഒന്ന് മാത്രമാണ് വളപ്രയോഗം നടത്തുന്നത്. വളപ്രയോഗം നടത്തുന്ന സമയത്ത് വെളിയിലേക്ക് ഇറക്കി വെക്കണം. അത് എപ്പോഴും ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസത്തിലായിരിക്കണം. നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള ടൈമിൽ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കൊടുക്കുക, വെളിയിൽ ഇറക്കി വെക്കുക. ഇത് ഒത്തിരി നാളായ ചെടിയല്ല, ഒരു 1 ഇയർ അടുത്തായിട്ടില്ല, 8 മാസമൊക്കെ ആയിട്ടുള്ളൂ ഈ ചെടിക്ക്. അപ്പം പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചുറ്റി വെച്ചേക്കും. ഒത്തിരി കെട്ടി ഇതിനെ അങ്ങോട്ട് മുറുക്കിയിട്ടില്ല. ചെടിക്കൊരു മുറുക്കം കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇതിൽ നിർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഡിസംബറിൽ ചെറിയ കമ്പ് കുത്തി 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 ഇങ്ങനെ കൊടുത്തിരുന്നതാണ്. ഇത് നമ്മളിങ്ങനെ താഴേക്ക് നല്ല ബുഷിയായിട്ട് വളർത്താൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഡിസംബറിൽ വെച്ച ഒരു ചെടിയാണ് എൻ്റെ ഈ കയ്യിലുള്ളത്. ഇഷ്ടംപോലെ മണി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്, പല തരത്തിലുള്ള മണി പ്ലാന്റുകളുണ്ട്. ഒരു 3-4 ഞാൻ ആ ഡിസംബർ ടൈമിൽ പരീക്ഷണാർത്ഥം ചെയ്തത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ചൂട് ക്ലൈമറ്റ് നട്ടാലോ പിടിച്ചു വരാൻ ഭയങ്കര പാടാണ്. അതുപോലെ മഴക്കാലത്ത് നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് കൊടുത്താലും ഇത് കയറി വരാൻ ഭയങ്കര പാടാണ്. ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എനിക്ക് തോന്നുന്നത് ഈ ഡിസംബർ ജനുവരി ടൈമിൽ എപ്പോഴും മണി പ്ലാന്റ് നട്ടു നോക്കിക്കേ, അടിപൊളിയായിരിക്കും. പിന്നെ വളം വലിയധികം വേണ്ട. ഞാൻ കുറേ ചെടി ഇപ്പം ഡിസംബറിൽ നട്ടത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ടൈം നല്ല അടിപൊളി. ഇനിയിപ്പോൾ ഈ വലിയൊരു ചൂടിന്റെ ടൈം ഉണ്ടല്ലോ, ചെടിക്ക് നല്ല വെള്ളം മാത്രം കൊടുത്ത് കുറച്ച് തണലത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയും നമുക്ക് വളമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു നല്ലൊരു ചെടിയാണ്. നല്ല സൂര്യപ്രകാശം ഇടയ്ക്കിടയ്ക്ക് കൊള്ളിക്കുന്നുണ്ട്, നല്ലതായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇത്രയേ ചെയ്യുന്നുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിനൊരു കുളിർമ തന്ന് വീടിൻ്റെ ഉള്ളിൽ പച്ചപ്പ് നിറച്ചു തരുന്ന ഒരു നല്ല സൂപ്പർ ചെടിയാണ് മണി പ്ലാന്റ്. ഇത് വേറൊരു കളർ മണി പ്ലാന്റ് ആണ്. നമ്മൾ കണ്ടതെല്ലാം പലതര കളറുകളാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ടേ. ഇതും ഞാനൊരു 4 മാസമായിട്ടുള്ള വെച്ചിട്ട് ഈ ഒരു ടൈമിലൊക്കെ ഉള്ളതിൻ്റെയാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ അതിന് മുന്നേ നട്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കാണണോ, എന്ത് ഷോവാണെന്നറിയോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈം എപ്പോഴും മണി പ്ലാന്റിന് നടാൻ പറ്റിയൊരു ടൈം ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് കണ്ടോ, അതിൻ്റെ ഈ നട്ടിരിക്കുന്നതിന് വരുന്നത് കാണുമ്പോൾ നമുക്കറിയാം എത്ര ഹെൽത്തി ആണെന്നുള്ളത്. അതേപോലെ നമ്മളിത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതും എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ്, അടിപൊളി. ഇതൊക്കെ പക്ക ഇൻഡോർ ആണ്, വെട്ടം കാണാറേ ഇല്ല. ഇതൊക്കെ ഞാൻ ആ ഒരേ സമയം തന്നെ റിപ്പോർട്ട് ചെയ്ത് നട്ടതാണ്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ നടാൻ പറ്റിയൊരു സമയം ഡിസംബറാണ്. ഇച്ചിരി ചാണകപ്പൊടി ഇച്ചിരി മണ്ണും ചേർത്ത് നടുക. കുറച്ച് വെള്ളം, ഒരു 5 ദിവസം കൂടുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. സൂപ്പറായിട്ട് മണി പ്ലാന്റ് കയറി വരും. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്